നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്നും നടക്കുന്ന ഒരു വാർത്ത പുറത്തു വരുന്നു. 12 വയസ്സുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി 72 വയസ്സുകാരൻ. താമരശ്ശേരി ചുങ്കം കയ്യേലിക്കുന്ന് വീട്ടിൽ ഹുസൈൻ കുട്ടിയാണ് ഈ കൊടും ക്രൂരത ചെയ്തിരിക്കുന്നത്. 72 വയസ്സുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. കുട്ടിയുടെ സമീപവാസിയായ ആളാണ് അറസ്റ്റിലായിരിക്കുന്നത്. കുട്ടിയുടെ അയൽക്കാരനായ വ്യക്തിയാണ് ഈ ക്രൂരത ചെയ്തിരിക്കുന്നത്. മെയ് 15-ന് വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ കുട്ടിയെ എത്തിച്ചു. അപ്പോഴാണ് കുട്ടി ഗർഭിണിയാണ് എന്ന വിവരം എല്ലാവരും അറിയുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച പെൺകുട്ടിയുടെ സ്ഥിതി സംബന്ധിച്ച് ഡോക്ടറാണ് പോലീസിനോട് വിവരം നൽകിയത്. ഇതേ തുടർന്ന് പോലീസ് കേസെടുത്തു. കുട്ടിയിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു. ഡോക്ടർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പെൺകുട്ടിയുടെ മൊഴിയെടുത്തു. പിന്നാലെയാണ് ഇയാളാണ് ഈ ഒരു ക്രൂരത ചെയ്തതെന്ന് കുട്ടിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. സംഭവത്തിൽ പോക്സോ ആക്ട് പ്രകാരം കേസെടുക്കുകയായിരുന്നു. പ്രതിയുടെ വീടിന് സമീപത്തെ ഒഴിഞ്ഞ പറമ്പിൽ പെൺകുട്ടി കളിക്കാൻ പോകാറുണ്ടായിരുന്നു. ഇടയ്ക്ക് ഇയാളുടെ വീട്ടിൽ വെള്ളം കുടിക്കാനായി കുട്ടി എത്താറുണ്ട്. ഈ അവസരം മുതലെടുത്താണ് ഇയാൾ പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. പ്രതിയുടെ ഭാര്യ കൂലിപ്പണിക്ക് പോകാറുള്ള വ്യക്തിയാണ്. അത് വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്തായിരുന്നു ഇയാൾ ഇത്തരത്തിൽ പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരുന്നത്. ഇയാളുടെ മക്കളുടെ വിവാഹം കഴിഞ്ഞതാണ്. പലതവണ ഇയാൾ കുട്ടിയെ പീഡിപ്പിച്ചതായാണ് ഇപ്പോൾ വിവരം പുറത്തു വരുന്നത്. പെൺകുട്ടിയുടെ മൊഴി സ്ഥിരീകരിക്കാൻ 72കാരനെ DNA പരിശോധനയ്ക്ക് വിധേയനാക്കിയിട്ടുണ്ട്. 2 മാസത്തിന് ശേഷം DNA ഫലം വന്നു. ഇതോടെയാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. താമരശ്ശേരി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രതിയെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 2024 ഡിസംബർ 2025 ജനുവരി ഇതിനിടയിലാണ് പീഡനം നടന്നത് എന്നാണ് കുട്ടിയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. പീഡിപ്പിച്ചത് ഹുസൈൻ കുട്ടിയാണെന്ന് പെൺകുട്ടി തന്നെയാണ് മൊഴി നൽകിയത്. മൊഴി സ്ഥിരീകരിക്കുന്നതിനായി പോലീസ് ഇയാളെ DNA പരിശോധനയ്ക്ക് വിധേയനാക്കി. തുടർന്നാണ് താമരശ്ശേരി ഇൻസ്പെക്ടർ A. സായുജ് കുമാർ പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ റീജിയണൽ ഫോറൻസിക് സയൻസ് ലാബോറട്ടറിയിൽ നിന്ന് DNA പരിശോധന ഫലം കിട്ടിയതോടെയായിരുന്നു പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വളരെ നടുക്കുന്ന സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. കളിക്കാനായി ചെല്ലുകയായിരുന്നു കുട്ടി. അതിനിടയിൽ ഇയാളുടെ വീട്ടിൽ വെള്ളം കുടിക്കാൻ വേണ്ടി പോകും. അവസരം ഇയാൾ മുതലെടുത്ത് കുട്ടിയെ ദുരുപയോഗം ചെയ്യുകയായിരുന്നു. തീർച്ചയായിട്ടും പെൺമക്കളുള്ള എല്ലാ അമ്മമാരും വളരെ ജാഗരൂകരായിരിക്കണം. അവരെവിടെയൊക്കെ പോകുന്നു, ആരുടെ അടുത്തൊക്കെ പോകുന്നു, കളിക്കാനായി പുറത്തേക്ക് പോകുമ്പോൾ തന്നെ ആരുടെ അടുക്കലാണ് ഇവർ എത്തുന്നത് എന്ന കാര്യത്തിലൊക്കെ കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നത്തെ സമൂഹത്തിന് യാതൊരു ബോധവുമില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അവർ ബന്ധങ്ങളോ അല്ലെങ്കിൽ പ്രായപരിധി ഭേദമന്യേ വലിയ രീതിയിൽ ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ നേരത്തെയൊക്കെ ഉണ്ടായ സംഭവങ്ങൾ, കുഞ്ഞു കുട്ടികളെ വരെ പീഡിപ്പിക്കുന്ന സംഭവങ്ങൾ. തീർച്ചയായിട്ടും വളരെ ജാഗരൂകരായിരിക്കണം. ആ കുട്ടികളെ അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം അവർക്ക് നടത്തുകയും അവരുടെ കാര്യത്തിൽ കുറച്ചുകൂടി ഒരു ജാഗ്രത കാണിക്കുകയും വേണം. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മുതിർന്നവർ ശ്രദ്ധിക്കുക തന്നെ വേണം. എന്തായാലും വളരെ ദയനീയമായ സംഭവമായി ഇത് മാറിയിരിക്കുകയാണ്. ഇതിപ്പോൾ അയൽവാസിയാണ് ഇത്തരത്തിലൊരു ക്രൂരത പെൺകുട്ടിയോട് ചെയ്തത്. പക്ഷേ 2 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ട മറ്റൊരു വാർത്തയാണ് സ്വന്തം പിതാവ് 15കാരിയെ ഗർഭിണിയാക്കിയ വാർത്ത. 15കാരി പ്രസവിക്കുകയും അത് പിതാവാണ് അതിന് പിന്നിലെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. വിദേശത്തായിരുന്ന പ്രതിയെ നാട്ടിലേക്ക് വിളിച്ചു വരുത്തി പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. കഴിഞ്ഞ മാസം 23-ന് ഉച്ചയ്ക്കായിരുന്നു പെൺകുട്ടി വീട്ടിൽ വെച്ച് പ്രസവിച്ചത്. പെൺകുട്ടി ഗർഭിണിയാണ് എന്ന വിവരം അറിഞ്ഞിരുന്നില്ല മാതാവ് അടക്കമുള്ളവർ. അമിത രക്തസ്രാവമുണ്ടായി. ഇതേ തുടർന്ന് പെൺകുട്ടിയും ജനിച്ച കുഞ്ഞിനെയും കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ആശുപത്രി അധികൃതരാണ് വിവരം പോലീസിനെ അറിയിച്ചത്. പെൺകുട്ടിയിൽ നിന്ന് മൊഴിയെടുത്ത ശേഷമായിരുന്നു പിതാവിനെ കസ്റ്റഡിയിലെടുത്തത്. നവജാത ശിശുവിന് DNA ഫലം പുറത്തു വരുന്നതിന് മുൻപ് തന്നെ പെൺകുട്ടിയും പിതാവും ഇക്കാര്യം സമ്മതിക്കുകയും ചെയ്തിരുന്നു. വളരെ നടുക്കുന്ന ഒരു വാർത്തയായിരുന്നു പുറത്തു വന്നത്. തീർച്ചയായിട്ടും സ്വന്തം പിതാവ് മകളെ പീഡിപ്പിക്കുന്നു. 72 വയസ്സുകാരനായ ഒരു വ്യക്തി തൻ്റെ മക്കളെക്കാട്ടിയും ഇളയ പ്രായത്തിലുള്ള കുട്ടിയെ പീഡിപ്പിക്കുന്നു. അങ്ങനെ പീഡനങ്ങൾ വീണ്ടും തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്നത് ഏറ്റവും ഗൗരവകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ആർക്കും ഒരു പേടിയുമില്ല. എന്തും ചെയ്യാമെന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. നിയമത്തെയോ അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്താൽ അതിനെന്ത് ശിക്ഷ കിട്ടും അതിനുള്ള ഒരു ഭയമോ ഇല്ല. പലപ്പോഴും മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അത് കണ്ടെത്തുമെന്ന് അവർ ഒരിക്കലും ചിന്തിക്കുന്നില്ല. എത്രയൊക്കെ തെറ്റുകൾ മറച്ചു വെച്ചാലും ഒരു നാൾ അത് സത്യം മറനീക്കി പുറത്തു വരും. അതാരും ചിന്തിക്കുന്നില്ല. എന്ത് ക്രൂരത ചെയ്തിട്ട് എത്രയൊക്കെ രക്ഷപ്പെടാൻ നോക്കിയാലും, എന്തൊക്കെ കള്ളങ്ങൾ പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്ത് അതിനെ മറയ്ക്കാൻ ശ്രമിച്ചാലും
തീർച്ചയായിട്ടും അത് മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. തെറ്റ് ചെയ്യുന്നവർ ആ കാര്യമൊന്ന് ആലോചിച്ചാൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു ഓരോ സംഭവങ്ങൾ കേൾക്കുമ്പോൾ. ഇനി നമ്മൾ പോകുന്നത് മറ്റൊരു വാർത്തയിലേക്ക്. റാപ്പർ വേടനെതിരായ ബലാത്സംഗ കേസിൽ വേടന്റെ തൃശ്ശൂരിലെ വീട്ടിൽ പരിശോധന നടത്തി പോലീസ്. വേടന്റെ മൊബൈൽ ഫോൺ അടക്കമുള്ളവ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യമുണ്ടായി. കഴിഞ്ഞ ദിവസമായിരുന്നു തൃക്കാക്കര പോലീസ് പരിശോധന നടത്തിയത്. വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി ഈ മാസം 18-ാം തീയതിയിലേക്ക് മാറ്റി. യുവ ഡോക്ടറുടെ പരാതിയിലാണ് വേടനെതിരെ തൃക്കാക്കര പോലീസ് കേസെടുത്തത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന പരാതിയിലായിരുന്നു കേസ്. 2021 ഓഗസ്റ്റ് മുതൽ 2023 മാർച്ച് വരെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് തന്നെ വേടൻ പീഡിപ്പിച്ചു എന്നാണ് ഈ പെൺകുട്ടി പരാതി നൽകിയിരിക്കുന്നത്, മൊഴി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു കേസെടുത്തത്. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് വേടനുമായി സൗഹൃദം തുടങ്ങിയത് എന്നാണ് പെൺകുട്ടി പരാതിയിൽ വ്യക്തമാക്കുന്നത്. പരിചയത്തിനൊടുവിൽ കോഴിക്കോട്ടെ ഫ്ളാറ്റിൽ വെച്ച് വേടൻ ബലാത്സംഗം ചെയ്തുവെന്നും ഡോക്ടർ മൊഴി നൽകി. വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്താണ് തന്നെ പലയിടത്ത് വച്ച് വേടൻ പീഡിപ്പിച്ചതെന്നാണ് യുവ ഡോക്ടറുടെ മൊഴി. 2023 വേടൻ തന്നെ ഒഴിവാക്കി തുടങ്ങിയതെന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. ടോക്സിക് ആണ്, സ്വാർത്ഥയാണ് എന്നുൾപ്പെടെ ആരോപിച്ചാണ് തന്നെ വേടൻ ഒഴിവാക്കിയതെന്നാണ് ഡോക്ടറുടെ മൊഴി. വേടനെതിരെ നേരത്തെ മീറ്റു ആരോപണം ഉയർന്നിരുന്നു. തീർച്ചയായിട്ടും ഇത് തനിക്കെതിരെ നടക്കുന്ന ഒരു ആസൂത്രിത നീക്കമാണെന്നും എന്നതടക്കമുള്ള ഒരു പ്രതികരണം നേരത്തെ വേടന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ലൈംഗിക പീഡന കേസിൽ പരാതിക്കാരിയായ യുവ ഡോക്ടറുടെ സുഹൃത്തുക്കളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും അത്തരത്തിലുള്ള നീക്കം പോലീസ് നടത്തുന്നുണ്ട്. കോട്ടയം സ്വദേശിനിയായ യുവ ഡോക്ടർ പരാതിയിൽ ചില സുഹൃത്തുക്കളുടെ പേരുകൾ പരാമർശിച്ചിരുന്നു. പ്രാഥമിക അന്വേഷണം, തെളിവ് ശേഖരണം, അതിനുശേഷം വേടനെ ചോദ്യം ചെയ്യുക എന്നൊരു നീക്കത്തിലേക്കായിരിക്കും അന്വേഷണ സംഘം കടക്കുക. എന്തായാലും യുവ ഡോക്ടറുടെ രഹസ്യമൊഴി കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയിരുന്നു. വൈദ്യ പരിശോധനയും നടത്തി. വേടനുമായുള്ള സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ യുവതി പോലീസിന് കൈമാറി. 2019 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ PG ചെയ്യുന്ന സമയത്ത് വേടനുമായി പരിചയത്തിലാകുന്നത്. വേടന്റെ പാട്ടുകൾ, അഭിമുഖങ്ങൾ കണ്ട് ആകൃഷ്ടയായി ഇൻസ്റ്റഗ്രാമിലൂടെ വേടനുമായി താൻ സൗഹൃദം സ്ഥാപിച്ചു. വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് വേടനാണ് അറിയിച്ചത്. ഇതിൻ പ്രകാരം മുന്നോട്ട് പോകുന്നതിനിടെയാണ് പല സ്ഥലങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചത്. എന്തായാലും ഈ കേസിൽ ഇപ്പോൾ പോലീസ് നടപടികൾ ശക്തമാക്കിയിരിക്കുകയാണ്. രഹസ്യമൊഴിയുടെ പകർപ്പ് കിട്ടിയ ശേഷം മാത്രം തുടർ നടപടിയിലേക്ക് കടക്കാമെന്നായിരുന്നു പോലീസിന്റെ തീരുമാനം. കൂടുതൽ തെളിവ് ശേഖരണത്തിന് ശേഷമായിരിക്കും വേടനെ വിളിപ്പിക്കുക എന്ന ഒരു കാര്യത്തിൽ ഉൾപ്പെടെ ഒരു തീരുമാനമുണ്ടാകുക. യുവതിയുടെ പരാതി പ്രകാരമുള്ള സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിലും വിശദമായ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും മറ്റ് നടപടികൾ സ്വീകരിക്കുക. അതിനിടെ മുൻകൂർ ജാമ്യം തേടി വേടൻ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. കൊച്ചിയിലും കോഴിക്കോടും പോലീസ് പരിശോധന നടത്തും. കേസിന്റെ ഗതി അനുസരിച്ച് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിക്കുക എന്ന നീക്കമാണ് വേടന്റെ ഭാഗത്ത് ഇപ്പോൾ ഉള്ളത്. പീഡിപ്പിച്ചെന്ന യുവ ഡോക്ടറുടെ പരാതിയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു വേടനെതിരെ തൃക്കാക്കര പോലീസ് കേസെടുത്തത്. ആദ്യം ബലാത്സംഗം ചെയ്തു, തുടർന്ന് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. ഇതാണ് പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. 2021 ഓഗസ്റ്റ് മുതൽ 2023 മാർച്ച് വരെ വിവിധ സ്ഥലങ്ങളിൽ വെച്ചാണ് തന്നെ പീഡിപ്പിച്ചതെന്നാണ് ഈ പരാതിക്കാരി പറയുന്നത്. എന്തായാലും ഈ ഒരു കേസും ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.